നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഈ മാസം കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ട്. വാഷിംഗ്ടൺ DC-യിൽ ഫെബ്രുവരി 13-നാണ് കൂടിക്കാഴ്ച. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഈ മാസം 12, 13 തീയതികളിലാണ് മോദി അമേരിക്ക സന്ദർശിക്കുന്നത്. ഫ്രാൻസ് സന്ദർശനത്തിന് ശേഷം ഫെബ്രുവരി 12-ന് വൈകുന്നേരമാണ് മോദി അമേരിക്കയിലെത്തുക. 2 ദിവസം അവിടെ തങ്ങുന്ന മോദിക്ക് വൈറ്റ് ഹൗസ് സന്ദർശനമടക്കം മറ്റ് ഔദ്യോഗിക പരിപാടികളുമുണ്ട്. മോദിക്ക് വൈറ്റ് ഹൗസിൽ അത്താഴ വിരുന്നൊരുക്കുമെന്നും സൂചനയുണ്ട്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവയിലും അനധികൃത കുടിയേറ്റ വിഷയത്തിലും പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച നടക്കുമെന്നാണ് കരുതുന്നത്. UPIക്കോ NDAക്കോ രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന ആശയം നല്ലതായിരുന്നെങ്കിലും ഇത് നടപ്പാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരാജയപ്പെട്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. അതിവേഗം വളർന്നിട്ടും തൊഴിലില്ലായ്മ പരിഹരിക്കാനായില്ല എന്നത് നമ്മൾ നേരിടുന്ന സാർവത്രികമായ പ്രശ്നമാണെന്നും രാജ്യത്തെ ഉൽപ്പാദന മേഖലയുടെ വിഹിതം 2014 15.3% നിന്ന് ഇന്ന് 12.6%-ലെത്തിയിരിക്കുന്നെന്നും 60 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിതെന്നും രാഹുൽ പറഞ്ഞു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ കേരളത്തെ അവഗണിക്കുന്നതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നും ഒരു സംസ്ഥാനത്തെ അവകാശപ്പെട്ടതാണ് നിഷേധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തോട് എന്തുമാകാമെന്ന നിലപാടാണ് കേന്ദ്രത്തിനെന്നും എയിംസ് ഇതുവരെ കേരളത്തിന് നൽകിയില്ലെന്നും വിഴിഞ്ഞം തുറമുഖത്തിന് ഒരു സഹായവും നൽകിയില്ലെന്നും വയനാടിൻ്റെ കാര്യത്തിലും യാതൊരു പ്രഖ്യാപനവും നടത്തിയില്ലെന്നും വന്യജീവി സംഘർഷം ഇല്ലാതാക്കാനുള്ള സഹായം ചോദിച്ചിട്ടും കേട്ട ഭാവമില്ലെന്നും സംസ്ഥാനത്തിൻ്റെ ഭാഗമാകേണ്ടവർ വിഘടന്യായങ്ങൾ പറയുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കണ്ണൂരിൽ CPM ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് എലപ്പള്ളി ബ്രൂവറിയിൽ അഴിമതി ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം. ഒയാസിസ് കമ്പനിക്ക് വേണ്ടി മദ്യനയം മാറ്റിയെന്നും മന്ത്രി MB രാജേഷ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും VD സതീശൻ ആരോപിച്ചു. 2023-ൽ കേരളത്തിൽ മദ്യനിർമ്മാണശാല തുടങ്ങാൻ ഒയാസിസ് കമ്പനി IOCയിലും അപേക്ഷ നൽകിയെങ്കിലും ഒയാസിസ് കമ്പനിയും എക്സൈസ് മന്ത്രിയുമായി ഡീൽ നടന്നുവെന്നും MB രാജേഷുമായി കവിത ചർച്ച നടത്തിയെന്നും VD സതീശൻ പറഞ്ഞു. ലൈംഗിക പീഡന കേസിൽ മുകേഷ് MLA-ക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചതിൽ പ്രതികരണവുമായി സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി. മുകേഷ് നിയമപരമായി രാജിവെക്കേണ്ടതിൻ്റെ ആവശ്യമില്ലെന്നും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രം രാജിവെച്ചാൽ മതിയെന്നും അവർ വ്യക്തമാക്കി. അതേസമയം ധാർമ്മികതയുടെ പേരിൽ രാജി വേണമെന്ന് തീരുമാനിക്കേണ്ട മുകേഷ് ആണെന്നും സതീദേവി ചൂണ്ടിക്കാട്ടി. നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ നടനും MLA-യുമായ മുകേഷിനെ കുറ്റക്കാരനാണെന്ന്